വികസിത ഇന്ത്യയ്ക്കായുള്ള പുരാതന റോഡ് മാപ്പാണ് ചോള സാമ്രാജ്യത്തിന്റെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വിജയഗാഥ സൃഷ്ടിച്ച ചോള സാമ്രാജ്യ വീരഗാഥകളിൽ നിന്നും ഒട്ടേറെ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ചോള രാജാവായിരുന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. भारत को सांस्कृतिक एकता के सूत्र में पिरोया। आज हमारी सरकार चोला युग के उन्हीं विचारों को आगे बढ़ा रही। हम काशी तमिल संगमम और सौराष्ट्र तमिल संगमम जैसे आयोजनों के जरिए एकता के सदियों पुराने सूत्रों को मजबूत बना रहे हैं। गंगईकोंड चोलपुरम जैसे तमिलनाडु के സൈനിക സാമ്പത്തിക മേഖലയിൽ ചോളന്മാർ കൈവരിച്ച നേട്ടങ്ങൾ പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലെത്താൻ സാധിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രത്യേക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ദേശീയ സാഹിത്യ അക്കാദമി വായിലാக திருவாசகத்தின் தொகுப்பு இப்ப வெளியாக இருக்கின்றது. மாண்புமிகு பாரத பிரதமர் அவர்களின் நற்கரங்களால் இந்த திருவாசகம் இப்பொழுது வெளியிடப்பட்டுக் கொண்டிருக்கின்றது. इस देश की और तमिल विरासत का ये सुंदर संकलन है. हम सब നേരത്തെ ആടി തിരുവാതിര മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗംഗൈക്കൊണ്ട ചോളപുരത്തെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. പാതയ്ക്കിരുവശവും അഭിവാദ്യമർപ്പിച്ച് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു.